ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങളോട് പറയാനാണ്. ഈ കാര്യം നിങ്ങൾ അറിഞ്ഞില്ല എങ്കിൽ നിങ്ങളുടെ ലൈഫിൽ യാതൊരു രീതിയിലും നിങ്ങൾക്ക് ഗ്രോത്ത് ഉണ്ടാക്കിയെടുക്കാനായി സാധിക്കില്ല. അതായത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളിപ്പോൾ എങ്ങനെയാണോ അതുപോലെ തന്നെ, അല്ലെങ്കിൽ അതിനേക്കാൾ മോശമായ സാഹചര്യത്തിലേക്കായിരിക്കും ഇനിയുള്ള നിങ്ങളുടെ ജീവിതം പോകാൻ പോകുന്നത്. നിങ്ങളൊരു ഇൻട്രോവേർട്ടോ എക്സ്ട്രോവേർട്ടോ ആംബിവേർട്ടോ ഏത് രീതിയിലുള്ളൊരു വ്യക്തിയുമാകട്ടെ, എത്തരത്തിലുള്ളൊരു ക്യാരക്ടറാണ് നിങ്ങളിലുള്ളതെന്ന് പറഞ്ഞാലും ഈ കാര്യങ്ങൾ അറിഞ്ഞില്ല എങ്കിൽ നിങ്ങൾക്കൊരിക്കലും നിങ്ങളുടെ ലൈഫിൽ ഗ്രോത്ത് ഉണ്ടാക്കിയെടുക്കാനായി സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം നിങ്ങൾ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ടതാണ്. അതായത് ഇൻട്രോവേർട്ടായ ആളുകൾക്ക് ഒരിക്കലും അയാളുടെ ജീവിതത്തിൽ സക്സസ്ഫുള്ളായി മാറാനോ ഗ്രോത്ത് ഉണ്ടാക്കിയെടുക്കാനോ സാധിക്കില്ല. ഐ ആം സോറി, ഈ ഒരു വിഡ്ഢിത്തം നിങ്ങളോട് വന്ന് പറയാൻ വേണ്ടിയല്ല ഞാൻ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. നേരെ മറിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്തെന്നാൽ, നമ്മുടെ സമൂഹത്തിൽ പല ആളുകളും ഇൻട്രോവേർട്ടായ ആളുകളെ പരിഹസിക്കാനും പുച്ഛിക്കാനും യാതൊരു രീതിയിലുള്ള കഴിവുകളോ ക്വാളിറ്റിയോ ഇല്ലാത്ത വ്യക്തിയാണെന്ന് ലേബൽ ചെയ്യാനും ശ്രമിക്കുന്നവരാണ്. അതായത് നമ്മുടെ സമൂഹത്തിൽ ഇൻട്രോവേർട്ടായ വ്യക്തിയാവുക എന്ന് പറയുന്നത് എന്തോ വലിയ കുറ്റം ചെയ്ത പോലെയാണ്. അതായത് സമൂഹത്തിൽ ആരും തന്നെ ഇൻട്രോവേർട്ടായ ആളുകൾക്ക് യാതൊരു രീതിയിലുമുള്ള വാല്യൂ നൽകുന്നില്ല എന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അതായത് പല ആളുകളും ഇത് അവരുടെ ലൈഫിൽ അനുഭവിച്ചിട്ടും ഉണ്ടായിരിക്കും. എന്നാൽ ഇനി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലേക്ക് വരികയാണെങ്കിൽ ഇന്ന് നിരവധി വീഡിയോസാണ് ഇൻട്രോവേർട്ടായ ആളുകളെക്കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് ഇൻട്രോവേർട്സിൻ്റെ ക്വാളിറ്റീസിനെ കുറിച്ചും അവരെത്രത്തോളം പവർഫുൾ ആണെന്നും അവരുടെ കഴിവുകളെക്കുറിച്ചും, അതുപോലെ ഇൻട്രോവേർട്ടായിട്ടുള്ള ബിസിനസ്സുകാർ, സയൻറ്റിസ്റ്റ്, ഫിലിം ആക്ടേഴ്സ്, ഇത്തരത്തിൽ ഫേമസ് ആയ സക്സസ്ഫുള്ളായ ഇത്തരത്തിലുള്ള ഒരുപാട് പേരെക്കുറിച്ച് നമുക്കറിയാം. ഒരുപാട് വീഡിയോസിൽ ഇത്തരത്തിലുള്ള ആളുകളെ, ഇത്തരത്തിലുള്ള സക്സസ്ഫുള്ളായ ഇൻട്രോവേർട്ടുകളെ പരിചയപ്പെടുത്താറുമുണ്ട്. ഈ ഒരു കാര്യം കൊണ്ട് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ സൊസൈറ്റിയിൽ ഇൻട്രോവേർട്ടായ ആളുകൾക്ക് മറ്റുള്ളവർ യാതൊരു രീതിയിലുമുള്ള ഇമ്പോർട്ടൻസോ വാല്യൂവോ നൽകുന്നില്ല. മറിച്ച് സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുന്ന വീഡിയോസിലും ഷോർട്സിലുമെല്ലാം ഇൻട്രോവേർട്ടായ ആളുകളുടെ ക്വാളിറ്റീസിനെ കുറിച്ചും അവരുടെ പവർഫുള്ളായ മെൻറ്റാലിറ്റിയെക്കുറിച്ചുമെല്ലാം ഒരുപാട് പൊക്കി പറയുകയും ഒരുപാട് ബിൽഡപ്പ് കൊടുക്കുകയെല്ലാം ചെയ്യുന്നുണ്ട്. എന്താണ് ഇതിൻ്റെ എല്ലാ അർത്ഥം? നിങ്ങൾക്കിതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ശരിക്കും ഇൻട്രോവേർട്ടായ ആളുകൾക്ക് അവരുടെ ലൈഫിൽ സക്സസ്ഫുള്ളായ വ്യക്തിയായി മാറാനായിട്ട് സാധിക്കില്ലേ? നമ്മൾ സോഷ്യൽ മീഡിയാസിലെല്ലാം ഇൻട്രോവേർട്ടായ വ്യക്തികളെക്കുറിച്ചുള്ള ഒരുപാട് നല്ല കാര്യങ്ങളെക്കുറിച്ച് കേൾക്കുകയും അറിയുകയും ചെയ്യാറുണ്ട്. ഇത്രയും ക്വാളിറ്റീസ് ഇൻട്രോവേർട്ടായ ആളുകൾക്ക് ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് സോഷ്യൽ ലൈഫിൽ ഇൻട്രോവേർട്ടായ ആളുകൾക്ക് മറ്റുള്ള ആളുകൾ തീരെ പരിഗണനയോ റെസ്പെക്റ്റോ നൽകാത്തത്? ഇൻട്രോവേർട്ടായ ആളുകളെക്കുറിച്ച് നമ്മുടെ സൊസൈറ്റി ഒരു വീക്കായ അല്ലെങ്കിൽ ഒരു അൺവാല്യുബിളായ പേഴ്സണായി കാണുന്നതിനെക്കുറിച്ച്, അത്തരത്തിൽ ലേബൽ ചെയ്യുന്നതിനെക്കുറിച്ച്, അല്ലെങ്കിൽ ഒരു മുൻധാരണയോടുകൂടി ഇത്തരത്തിൽ പെരുമാറുന്നതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അല്ലെങ്കിൽ എന്തുകൊണ്ടായിരിക്കാം ഇത്തരത്തിൽ ഇൻട്രോവേർട്ടായ ആളുകളെ നമ്മുടെ സൊസൈറ്റി ഇത്തരത്തിൽ കാണുന്നത്?